ഓം ഹൃദീശ്വരി നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ സാദര പ്രണാമം. നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് നാം എത്രത്തോളം പ്രയത്നിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ഒരു പരിശോധന നടത്തിയാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും നമ്മൾ എത്രത്തോളം പ്രവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം പ്രയത്നിക്കുന്നുണ്ട് എന്നുള്ളത്. നമുക്ക് ഒരു ദിവ്യശക്തിയുമായി അഭേദ്യമായൊരു ബന്ധമുണ്ട്. അത് നിലനിർത്താനും വളർത്താനും നമ്മുടെ രക്ഷയ്ക്കായിട്ടും ചെയ്യേണ്ടതാണ് നാമസ്മരണവും യജ്ഞങ്ങളുമെല്ലാം. അതാണ് നമ്മൾ പരമ്പരാഗതമായിട്ട് ചെയ്തു വന്നിരുന്നതും ആചാര്യന്മാർ പറഞ്ഞു തന്നതും നമ്മുടെ തലമുറകളായിട്ട് ചെയ്തു വന്നത് കാര്യങ്ങളും എല്ലാവരും തന്നെയാണ്. അത് പല രൂപത്തിലും പല ഭാവത്തിലുമായി ചെയ്തിരുന്നത് മാത്രമേ ഉള്ളൂ. ഭഗവത്ഗീതയിൽ ഭഗവാൻ സൂചിപ്പിക്കുന്നുണ്ടല്ലോ, ദേവാൻ ഭാവയതാദേന തേ ദേവ ഭാവയന്തുവ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യഥാന്ന്. അപ്പോൾ യജ്ഞരൂപത്തിലുള്ള കർമാനുഷ്ഠാനങ്ങൾ കൊണ്ട് നിങ്ങൾ ദേവന്മാരെ സന്തോഷിപ്പിക്കുവിൻ. ദേവന്മാരെന്ന് പറയുമ്പോൾ സകല പ്രകൃതി ശക്തികളെയും ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. നമുക്ക് ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും അത് തരുന്നത് ആരാണോ അവരെ എല്ലാം നമുക്ക് ദേവനായിട്ടോ ദേവിയായിട്ടോ എല്ലാം സങ്കല്പിക്കാം. അതാണ് വേണ്ടതും. അപ്പോൾ എല്ലാം നമുക്ക് കിട്ടുന്ന സമയത്ത് അവരോട് നമുക്കൊരു നന്ദിയുള്ള ആളായിരിക്കണം നമ്മൾ എപ്പോഴും സാധാരണ പറയുന്നതാണ്, നമ്മൾ മനുഷ്യൻ നന്ദിയുള്ളവരായിരിക്കണമെന്ന് പറയും. അതിന് തുല്യമായ രീതിയിലാണ് ഇത് വരുന്നതും. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നത്, ആ ദേവന്മാരെ സന്തോഷിപ്പിക്കുവിൻ, സന്തുഷ്ടരായ ആ ദേവന്മാർ നിങ്ങളെയും സന്തോഷിപ്പിക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പരസ്പരം സന്തോഷിപ്പിച്ചാൽ നിങ്ങൾക്ക് പരമമായ ശ്രേയസ് കൈവരിക്കാൻ സാധിക്കും. എത്ര മനോഹരമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. സകല ശക്തികളെയും ദേവഭാവനയോടുകൂടി നമ്മൾ സന്തോഷിപ്പിക്കുക. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്നത് കിട്ടും. അതൊരു യജ്ഞഭാവത്തിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യജ്ഞഭാവം എന്ന് പറയുമ്പോൾ സമർപ്പണത്തിന് ഭാവം വരുന്നുണ്ട്. നമ്മൾ സാധാരണയിൽ ചെറിയ ചെറിയ വഴിപാടുകളൊക്കെ ചെയ്യാറുണ്ടല്ലോ. അത് വേണമെങ്കിൽ യജ്ഞത്തിൻ്റെ ഒരു ചെറിയ പതിപ്പായിട്ട് നമുക്ക് കാണാം, അല്ലേ? പ്രാർത്ഥിക്കാൻ നമ്മൾ പോകുന്നു. ഈ പ്രാർത്ഥന ചിലവുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ക്ഷേത്രത്തിലോ ആശ്രമങ്ങളിലോ ഒക്കെ സമർപ്പിക്കുമ്പോൾ അപ്പോഴാണത് ശരിക്കും പറഞ്ഞാൽ അതൊരു യജ്ഞമായി മാറുന്നത്. അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടാവും. ഇവിടെ അങ്ങനെയല്ല. ഒരു ഭാവം, ആ യജ്ഞത്തിൻ്റെ ഒരു ചെറിയ ഭാവം അവിടെ വരുന്ന സമയത്ത് അതിന് വലിയ ഒരു അളവിലേക്ക് മാറ്റാൻ സാധിക്കും. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്കും കൂടി എന്തെങ്കിലും കിട്ടാനുള്ള ഒരു അവസരം. അതായത് പരസ്പരം ഭാവയന്ത എന്ന ഉദ്ദേശിച്ചിട്ട് നമുക്ക് പരസ്പരം അവിടേക്കും ഇവിടേക്കും നമ്മൾ സന്തോഷിപ്പിക്കുന്നു, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അത് ഗുണകരമായി തീരുന്നു എന്നുള്ളത്. എന്തുകൊണ്ടെന്നാൽ ഈശ്വര ആരാധന കൊണ്ട് വേണം ഒരു ജീവന് തൻ്റെ ഈ പാരതന്ത്ര്യത്തിൽ നിന്ന് മോചനം നേടാൻ. നമ്മളിപ്പോൾ സ്വതന്ത്രരല്ല. പക്ഷെ ആ സ്വതന്ത്രരല്ല എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം. അത് മാറാൻ കുറേ സമയം കൊടുക്കും. ഞാനിപ്പോൾ സ്വാതന്ത്ര്യത്തിലല്ല എന്ന് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോഴാണ് പിന്നെ നമുക്ക് അവിടെ നിന്ന് മോചനം നേടാൻ സാധിക്കുന്നത്. ആ ഒരു തിരിച്ചറിവുണ്ടാകണം. അതിന് ഈശ്വരാരാധന നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമുണ്ട്. അതിന് നമുക്ക് ഗുരുക്കന്മാരുടെ ആവശ്യമുണ്ട്. അതിന് നമുക്ക് ആചാര്യന്മാരുടെ ആവശ്യമുണ്ട്. അതിന് നമുക്ക് മഹാപുരുഷന്മാരുടെ ആവശ്യമുണ്ട്. കാരണം അത് നമ്മളിപ്പോൾ ഒരു മുറിയിൽ ഒരു വർഷമോ അല്ലെങ്കിൽ 2 വർഷമോ ഒരു മുറി അടച്ചിട്ടിരുന്ന് കരുതുക. ആ മുറി നിറയെ ഇരുട്ടാണ്. പക്ഷേ ആ മുറിയിലേക്ക് വെളിച്ചം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, വെളിച്ചം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു തവണ വെളിച്ചം കൊണ്ടുപോയാൽ മതി. എത്ര പഴകിയ ഇരുട്ടാണെങ്കിലും ശരി, ഒരു തവണ വെളിച്ചം കൊണ്ടുപോയാൽ ആ ഇരുട്ട് മാറി അവിടെ പ്രകാശം വരും. അതുപോലെയാണ് മഹാപുരുഷന്മാരുടെ സാമീപ്യം, അവരുടെ അനുഗ്രഹം. നമ്മുടെ ഉള്ളിലുള്ള ധാരാളം
സഞ്ചിതമായിട്ടുള്ള വാസനകളെ, കർമ്മഫലങ്ങളെയെല്ലാം നമുക്ക് ലഘൂകരിക്കാൻ, അല്ലെങ്കിൽ നമ്മളെ ഈശ്വരമാർഗത്തിലേക്ക് നയിക്കാൻ, ആത്മീയ മാർഗത്തിലേക്ക് നയിക്കാൻ, സദ്ഭാവനയിലേക്ക് നയിക്കാൻ മഹാത്മാക്കൾക്ക് സാധിക്കും. അവിടെ നമ്മൾക്ക് ശരീരം ഈശ്വരാരാധനയ്ക്ക് കൂടിയുള്ളതാണെന്നുള്ള തിരിച്ചറിവോടുകൂടി, അതായത് ജ്ഞാനത്തോടു കൂടിയ ഭക്തി വേണം. അമ്മ പറയുന്നത് അങ്ങനെയാണ്. ഒരു ഗുരു പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്, അമ്മ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. അമ്മ എപ്പോഴും പറയുള്ളൂ ജ്ഞാനത്തോടു കൂടിയ ഭക്തി വേണമെന്നാണ് അമ്മ പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ജീവിത സത്യത്തെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയാണ് ഗുരു എന്ന് പറയും. നമ്മുടെ ജീവിതത്തിലെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന, മാത്രമല്ല അജ്ഞാനത്തിൻ്റെ നീണ്ട ഉറക്കത്തിൽ നിന്ന് ഗുരു നമ്മളെ ഉണർത്തുകയാണ് ചെയ്യുന്നത്. അതാണ് ഗുരുവിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അതുകൊണ്ടാണ് എപ്പോഴും നമുക്കൊരു ഗുരുവിൻ്റെ സാമീപ്യവും ഗുരുവിനെ ലഭിക്കുന്നതും വളരെയധികം പുണ്യം ചെയ്താൽ മാത്രമേ സാധിക്കൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ഇരുട്ടിനെ മാറ്റാൻ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ശത്രുവിനെ മാറ്റാൻ പുറത്ത് യുദ്ധം ചെയ്തിട്ടൊരു കാര്യമില്ല. അകത്താണ് യുദ്ധം ചെയ്യേണ്ടത് എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യം ഗുരു നമ്മളെ പഠിപ്പിച്ചു തരും. കാരണം അകത്തെ ശത്രുവിനെ തുരത്താൻ വേറെ കുറുക്ക് വഴികളൊന്നുമില്ല. അത് ഗുരു പഠിപ്പിച്ചു തരുന്നു. ഇതാണ് നീ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഗുരു കൂടെ നിന്ന്, നമ്മളോടൊപ്പം നിന്ന്, നമ്മുടെ ശത്രുവിനെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തി നമ്മുടെ ഉള്ളിലുള്ള അന്ധകാരത്തിനെ മാറ്റി അവിടെ പ്രകാശം പരത്താൻ ഗുരു നമ്മളെ സഹായിക്കുന്നു. അല്ലെങ്കിൽ ഗുരു നമ്മുടെ കൂടെ നിൽക്കുന്നു. അതാണ് മഹാത്മാക്കളുടെ ഏറ്റവും വലിയ പ്രാധാന്യം. അതുതന്നെയാണ് അമ്മയും നമ്മളെ കാണിച്ചു തരുന്നത്. അമ്മയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നതും. ആ തിരിച്ചറിവോടുകൂടി മുന്നോട്ട് പോകാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ജീവിതം എന്ന ഒരു വലിയ പാഠത്തിനെ മനസ്സിലാക്കിക്കൊണ്ട്, ജീവിത സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അതിന് നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം അമൃതേശ്വരി.